നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ വളരെ കുറവാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഇല്ലേ? എന്നാൽ ഞാൻ പറയുന്നു യു ആർ എ ലക്കി പേഴ്സൺ എന്ന്. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ടൈം ഈസ് മണി. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് കേൾക്കുക, എന്നിട്ട് അതിലുള്ള ഒരാളാണോ എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങളെക്കുറിച്ച് തന്നെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. ഈവൻ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഇല്ല, അല്ലെങ്കിൽ ഉള്ള ഫ്രണ്ട്സ് 1, 2, 3 ആൾക്കാരാണെങ്കിൽ യു ആർ എ ലക്കി പേഴ്സൺ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് നല്ല മനസ്സിന് നല്ല രീതിയിലൊരു കോൺഫിഡൻസ് ഉള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ 1, 2, 3 ഫ്രണ്ട്സ് ഉള്ളത് ഒരു ആവശ്യത്തിന് അവർ ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. ആ ഒരു ക്വാളിറ്റിയാണ് നിങ്ങൾ ആ ഒരു ഫ്രണ്ട് സർക്കിളിൽ തന്നെ ഒതുങ്ങി നിൽക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുന്നു അത് നല്ലൊരു കാര്യം തന്നെയാണെന്ന്. സൈക്കോളജി പ്രകാരം ഈവൻ കൂട്ടുകാർ കുറവ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂട്ടുകാർ ഇല്ലെങ്കിൽ നിങ്ങളൊരു സ്ട്രോങ് ആയിട്ടുള്ള നല്ല രീതിയിൽ കോൺഫിഡൻസ് ആയിട്ടുള്ള എന്നാൽ നല്ല രീതിയിൽ സൊസൈറ്റിയെ നിങ്ങൾ അനലൈസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കുന്നതാണ്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ കൂട്ടുകാരായിട്ടോ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ ആവാത്തത് മെയിനായിട്ടുള്ള കാര്യം ഇന്ന് സൊസൈറ്റി നടക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ നേരിട്ട് കാണുന്നതുകൊണ്ടാണ്. ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഈവൻ ഫേക്ക് ഫ്രണ്ട്സ്, ഫേക്ക് റിലേഷൻഷിപ്പ്, സിറ്റുവേഷൻഷിപ്പ്, ബെസ്റ്റി, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം നിങ്ങൾ അനാലിസിസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിനോടൊന്നും താല്പര്യമില്ല, അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് വേണ്ട എന്ന് നിങ്ങൾ എടുക്കുന്ന ആ ഒരു തീരുമാനം ഉള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ ഈ ഒരു വ്യക്തിയായിട്ട് മാറുന്നത്. എന്നാൽ നമ്മുടെ സൈക്കോളജി പ്രകാരം പറയുന്നത് അങ്ങനെ ആവുന്നത് നല്ലൊരു കാര്യമാണ്. മാത്രമല്ല അത് നിങ്ങളുടെ ക്വാളിറ്റിയെ തന്നെ നല്ല രീതിയിൽ തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. സോ നിങ്ങൾ ഒരു അത്യാവശ്യ ഘട്ടത്തിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂട്ടുകാരും ഇല്ല, ഫ്രണ്ട്സ് സർക്കിൾ കുറവാണെങ്കിലും നിങ്ങളൊരു അത്യാവശ്യ ഘട്ടത്തിന് നിങ്ങൾക്ക് എണീച്ച് നിൽക്കാൻ വേണ്ടി പറ്റും, ഒറ്റയ്ക്ക് നിൽക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. സോ ഈവൻ എൻ്റെ കാര്യം തന്നെ ഇരിക്കട്ടെ, ഞാൻ ഈവൻ ജിമ്മിൽ പോകുന്നു, എനിക്ക് ജിമ്മിലാണെങ്കിൽ ഒരു ജിം പാർട്ണർ ഇല്ല, ഞാൻ ഒറ്റയ്ക്കാണ് വർക്കൗട്ട് ചെയ്യുന്നത്. സോ എൻ്റെ ജിം ജേണിയെ പറ്റി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ ഈ ഒരു ചാനലുണ്ട്. സോ അത് മാത്രമല്ല, ഈവൻ എൻ്റെ കാര്യമാണ് സംസാരിക്കുന്നത്. ഞാൻ ഒരു സ്ഥലത്ത് വണ്ടിയിലെ പെട്രോൾ തീർന്ന ഒരു സ്ഥലത്ത് നിന്നാൽ ഈവൻ ഒരു കൂട്ടുകാരെ ഞാൻ വിളിക്കാറില്ല. കാരണം അവർക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നതാണ് എൻ്റെ ഒരു മനസ്സ് തന്നെ പറയുന്നത്. അപ്പോൾ ഞാൻ അവിടെ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ അവിടെ അടുത്തെങ്കിലും ഏതെങ്കിലും വല്ല കടയിൽ കയറിയിട്ട് ഒരു കാലിക്കുപ്പി വാങ്ങിച്ചിട്ട് നടന്നാണെങ്കിൽ നടന്ന്, അല്ലെങ്കിൽ ലിഫ്റ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ ലിഫ്റ്റ്, വണ്ടി കൈ കാണിച്ച് ലിഫ്റ്റ് അടിച്ചാൽ ലിഫ്റ്റ്, അങ്ങനെ പെട്രോൾ പമ്പിൽ പെട്രോൾ വാങ്ങിച്ചുകൊണ്ട് വന്ന് അങ്ങനെയാണ് ഞാൻ പോകുന്നത്. സോ ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾക്ക് ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈവൻ നിങ്ങൾക്ക് ഏത് ഫ്രണ്ട് സർക്കിളില്ലെങ്കിൽ. സോ എനിക്കിനി പറയാനുള്ളത്, ഫ്രണ്ട്സുകൾ ഇല്ലെന്നും പറഞ്ഞ് ഒരു മൂലയിൽ വിഷമിച്ചിരുന്ന് ഒരു റൂമിൽ അടച്ചിട്ടിട്ട് കമ്പ്യൂട്ടർ നോക്കി ഫോണും നോക്കിയിരിക്കുന്ന കുറേ പേരെ എനിക്കറിയാം. ഈവൻ എൻ്റെ കോളേജിൽ തന്നെയുണ്ട്. സോ അവന്മാരുടെ അടുത്താണ് എനിക്ക് പറയാനുള്ളത്. സോ നിങ്ങളുടെ കാര്യം ചെയ്യാൻ നിങ്ങൾ തന്നെ തുനിഞ്ഞിറങ്ങണം, ആരും വരില്ല. ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ തോന്നിയാൽ ഈവൻ നിങ്ങളെ പിടിച്ചു നിർത്താൻ വേണ്ടി ആരും തന്നെ സാധിക്കില്ല. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് സർക്കിൾ വളരെ ചെറുതാണ്. ഈവൻ ഞാൻ ഒരു മൂഡ് ഓഫ് ആയിരുന്നു എൻ്റെ ഫേസ് വെച്ചിട്ട് അവന്മാർ എന്താണ് പ്രശ്നം എന്ന് വരെ കണ്ടുപിടിക്കുന്നവന്മാരാണ് അവന്മാർ. ഒരു അത്യാവശ്യ ഘട്ടത്തിൽ അവന്മാർ ഉപകരിക്കുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്യുക. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ ഫ്രണ്ട് സർക്കിൾ ചെറുതാവുന്നത് ഇപ്പോഴത്തെ ഈ ഒരു സമൂഹം തന്നെയാണ്. സോ ഇവിടെ കാണിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ഡയറക്റ്റ് കാണുകയാണ്. നമ്മൾ ഒരാളുകളുടെ അടുത്ത് ഡ്രാമ കളിക്കുക അല്ലെങ്കിൽ ഫേക്കായിട്ട് നിൽക്കുക ഒന്നും ചെയ്യുന്നില്ല. നമ്മളെ കാര്യം നോക്കി പോകുന്നു, നമ്മളെ വിശ്വസിച്ച് നമ്മളെ കൂടെ നിൽക്കുന്ന ആ 1, 2 റെയറായിട്ടുള്ള ആൾക്കാർ നമ്മുടെ മനസ്സിലാക്കി നമ്മളെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്നു, ഒരു കാര്യം വന്ന് ഒപ്പത്ത് നിൽക്കുന്നു, അത്രേ ഉള്ളൂ. സോ ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഫ്രണ്ട് സർക്കിൾ ചെറുതായെന്നും പറഞ്ഞ് നിങ്ങൾക്ക് എന്തോ കുറവുണ്ടെന്നും പറഞ്ഞ് നിങ്ങൾ ഇരിക്കരുത്. യു ആർ എ സ്ട്രോങ് പേഴ്സൺ. നമ്മൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് പറയുകയാണെങ്കിൽ ആൽഫ മെയിൽ തന്നെയാണ്. സോ ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ ഒരു വീഡിയോ. സോ ഈ ഒരു കാര്യം പറഞ്ഞ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നു. സോ പലരും കൂട്ടുകാരില്ലെന്നും പറഞ്ഞ് ഒതുങ്ങിക്കൂടാതെ നിങ്ങളുടെ കാര്യം വരുമ്പോൾ നിങ്ങളുടെ എണീച്ച് നിന്ന് ഒറ്റയ്ക്ക് തന്നെ ചെയ്യുക. നിങ്ങളെ മനസ്സിലാക്കാൻ നിങ്ങളല്ലാതെ വേറെ ആരും നിങ്ങളെ കാത്തു നിൽക്കില്ല, കാത്തു വരില്ല. സോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ ഒരു കാര്യം പറയാനാണ്. സോ ഇതിൽ മികച്ച നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും വൺസ് അഗൈൻ വി ആർ ടെല്ലിങ് ടൈം ഈസ് മണി ബ്രോ.